മണ്ണാർക്കര പെരിന്തൽമണ്ണ മലപ്പുറം തൊണ്ടോട്ടി രാമനാട്ടുകര പോകുന്ന കോഴിക്കോട് AC പ്രീമിയം ബസ് സ്റ്റാൻഡിൽ പാർക്കിയിരിക്കുന്നു. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കംഫർട്ടബിൾ ആണ് സാധാ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? KSRTCയുടെ ഏറ്റവും പുതിയ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ നമ്മൾ പലതവണ യാത്ര ചെയ്തിരുന്നല്ലോ. പാലക്കാട്, തിരുവനന്തപുരം, കോയമ്പത്തൂർ, പത്തനാപുരം, തിരുവനന്തപുരം, തൊടുപുഴ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ടാറ്റ മാർക്കോ പോളോയുടെ KSRTC AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റുകളിൽ നമ്മൾ നടത്തിയ യാത്രയുടെ കാഴ്ചകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. മലബാറിലേക്കുള്ള KSRTCയുടെ ആദ്യത്തെ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റിലെ യാത്രയുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. പാലക്കാട് ഡിപ്പോയുടെ പുതുപുത്തൻ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റിൽ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കോഴിക്കോട് AC പ്രീമിയം ബസ് സ്റ്റാൻഡിൽ പാർക്കിയിരിക്കുന്നു. മണ്ണാർക്കര പെരിന്തൽമണ്ണ മലപ്പുറം തൊണ്ടോട്ടി രാമനാട്ടുകര പോകുന്ന കോഴിക്കോട് AC പ്രീമിയം ബസ് സ്റ്റാൻഡിൽ പാർക്കിയിരിക്കുന്നു. ഈ സർവീസ് ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാനിപ്പോഴുള്ളത് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടാണ്. ടാറ്റ മാർക്കോ പോളോയുടെ പുതിയ BS6 സ്റ്റാർ ബസ് അൾട്രാ സീരീസ് ബസ്സുകളാണ് AC പ്രീമിയം സർവീസിനായി KSRTC രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും റൂട്ടും ഡെസ്റ്റിനേഷനുമെല്ലാം എഴുതി കാണിക്കാൻ LED ഡിസ്പ്ലേ ബോർഡുകൾ നൽകിയിട്ടുണ്ട്. ആകെ 40 സീറ്റുകളാണ് ഈ AC ബസ്സിലുള്ളത്. ഏറ്റവും ബാക്ക് ഒഴികെ ബാക്കിയുള്ളവയെല്ലാം പുഷ് ബാക്ക് സീറ്റുകളാണ്. ഓരോ സീറ്റിലും സീറ്റ് ബെൽറ്റും റീഡിംഗ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒപ്പം 2 വശങ്ങളിലും കർട്ടനും ലഗേജ് റാക്കും നൽകിയിരിക്കുന്നു. എല്ലാ സീറ്റിലും ചാർജിംഗ് പോർട്ടും നൽകിയിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയാലോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലോ ഡ്രൈവർക്കും KSRTCയുടെ കൺട്രോൾ റൂമിൽ അലേർട്ട് ലഭിക്കുന്ന അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ടാറ്റയുടെ ഈ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. വെറും 3 സെക്കൻഡ് ഡ്രൈവർ കണ്ണടച്ചാൽ പോലും ഡ്രൈവർക്ക് അലേർട്ടും ഫ്ലാഷസും ഈ സുരക്ഷാ ഉപകരണം നൽകും. അങ്ങനെ രാവിലെ 6:30 തന്നെ നമ്മുടെ പുതുപുത്തൻ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. നാരായണൻ സാറും പ്രദീപ് സാറുമാണ് ഇന്ന് ഡ്യൂട്ടിയിലുള്ളത്. പാലക്കാട് നിന്ന് മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, കൊണ്ടോട്ടി വഴിയാണ് ഈ ബസ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. പാലക്കാട് നിന്ന് മലപ്പുറം വഴി കോഴിക്കോട്ടേക്ക് ആകെ 140 കിലോമീറ്ററാണ് ദൂരമുള്ളത്. KSRTCയുടെ പുതിയ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റിൽ പാലക്കാട് നിന്ന് വെള്ളുവനാടൻ കാഴ്ചകൾ കണ്ടുകൊണ്ട് കോഴിക്കോട്ടേക്ക് നടത്തിയ യാത്ര നിങ്ങൾ നേരിട്ട് കണ്ട് തന്നെ ആസ്വദിച്ചോളൂ.
മണിക്ക് നമ്മൾ എത്തുന്നാണ് പറയണത്. ഇവിടെ കഴിക്കാം. അല്ല, വൈകുന്നേരം 5:45 പാലക്കാട് നിർത്തും. മനസ്സിലായി. അവിടെ എത്ര മണിക്ക് എത്തി? അവിടെ എത്തുമ്പോൾ തന്നെ 9:30 പറഞ്ഞു. വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തന വിവരങ്ങൾ കൂടി വിവരിക്കുന്ന തിയറി ക്ലാസുകളും പരിശീലന പരിപാടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ ഡ്രൈവിംഗ് പറയുമ്പോൾ കൊണ്ടോട്ടർ മുമ്പല്ലേ വരാം? ഇല്ല ഇല്ല, അടുത്ത സ്റ്റോപ്പ് അല്ലേ?
യാത്ര ചെയ്യുമ്പോൾ ആ ഒരു അനക്കും കാര്യമൊന്നുമില്ല, സുഖമായിട്ട് യാത്ര ചെയ്യും. യാത്ര സുഖം, സൂപ്പറായി. മൊത്തത്തിൽ നന്നായിരുന്നു. ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ TT ബസ്സുകൾ ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത്, ടൗൺ ടു ടൗൺ ബസ്സുകൾ. അതിനകത്ത് യാത്ര ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ചൂട് കാലത്തൊക്കെ. ഇതിപ്പോൾ AC ആണ്. പ്രശ്നം ലെഗ് സ്പേസ് ഇത്തിരി കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സുഖമാണ് യാത്ര. സൂപ്പർ ഫാസ്റ്റ് ബസ്സൊക്കെ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല, കംഫർട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ കംഫർട്ടാണ്. ഇതുപോലെയുള്ള സർവീസുകൾ വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകൾക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഇത്തരമൊക്കെ ഇതാണ്. നല്ല കംഫർട്ടബിളാണ്, അടിപൊളിയായിട്ട്. കുഴപ്പമില്ല, കംഫർട്ടബിളാണ്, നല്ല കംഫർട്ടബിളായി. ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കംഫർട്ടബിൾ ആണ് സാധാ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും. അങ്ങനെ കംഫർട്ടബിളായ ഒരു യാത്രക്കൊടുവിൽ നമ്മുടെ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് മലബാറിലെ ഏറ്റവും വലിയ സിറ്റിയായ കോഴിക്കോട്ടേക്കെത്തി. നല്ല യാത്രാസുഖമായിരുന്നു ഈ ബസ് എനിക്ക് സമ്മാനിച്ചത്. AC ഒക്കെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. കർട്ടൻ ഇരുവശങ്ങളിൽ നൽകിയത് ഈ വേനൽക്കാലത്ത് വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന് തോന്നി. പുഷ് ബാക്ക് സീറ്റുകളായതിനാൽ തന്നെ അധികം ക്ഷീണവും അനുഭവപ്പെട്ടില്ല. പാലക്കാട് നിന്ന് രാവിലെ 6:30-നും വൈകിട്ട് 5:45-നുമാണ് കോഴിക്കോട്ടേക്കുള്ള AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് പുറപ്പെടുന്നത്. അതുപോലെ കോഴിക്കോട് നിന്ന് രാവിലെ 11:15-നും രാത്രി 10:30-നും പാലക്കാട്ടേക്കുള്ള BS6 AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് യാത്ര ആരംഭിക്കും. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരാൾക്ക് 256 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഓൺലൈൻ KSRTCSwift.com എന്ന സൈറ്റ് വഴി ഈ ബസ്സിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ യാത്രയിൽ ബസ്സിലെ ക്രൂ 2 പേരും തികച്ചും പാസഞ്ചർ ഫ്രണ്ട്ലി ആയിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പുതിയ ബസ്സുകൾ ലഭിക്കുന്നതനുസരിച്ച് എറണാകുളം, കാസർഗോഡ്, കോഴിക്കോട്, തിരുവനന്തപുരം, കായംകുളം, കണ്ണൂർ, കോട്ടയം, സുൽത്താൻ ബത്തേരി റൂട്ടുകളിലും KSRTC AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾ ആരംഭിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. സുഖകരമായൊരു യാത്ര സമ്മാനിച്ച പാലക്കാടിൻ്റെ പ്രൈവറ്റ് ജെറ്റിനോട് ബൈ പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ തിരക്കിലേക്ക് ഞാൻ നടന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ. എൻ്റെ പേര് നാരായണൻ. പാലക്കാട് ഡിപ്പോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിന്ന് പുതിയതായിട്ട് സ്വിഫ്റ്റിൻ്റെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് വണ്ടിയായിട്ട് ഇന്ന് ഫസ്റ്റ് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് ഉണ്ടായിരുന്നു. മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, കൊണ്ടോട്ടി, രാമനാട്ടുകാർ വഴി കോഴിക്കോട്ടേക്കാണ്. പാലക്കാട് നിന്ന് 6:30 എടുക്കും. കോഴിക്കോട് 10:30 എത്തുന്നുണ്ട് വണ്ടി. തിരിച്ച് ഇവിടുന്ന് 11:15 സ്റ്റാർട്ട് ചെയ്ത് 3:15 പാലക്കാട് എത്തും. എൻ്റെ കൂടെ കണ്ടക്ടറായിട്ട് വന്നിരിക്കുന്നത് പ്രതീഷാണ്. പാലക്കാട് ഡിപ്പോയിൽ മൂപ്പരാണ് എൻ്റെ കൂടെ കണ്ടക്ടറായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും യാത്ര ചെയ്യുക, സുഖയാത്ര, സുഖകര യാത്ര. ഗുഡ് ബൈ.